നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 19, 2025 ബുധൻ. അങ്ങനെ ഇന്ന് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് ശക്തിയാർജിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. നിഫ്റ്റിക്ക് ഇന്ന് 26,000 എന്ന ലെവൽ വീണ്ടും മറികടക്കുവാനായി. മാത്രമല്ല, തിങ്കളാഴ്ച തുടങ്ങി ഇന്ന് തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും 26,000 എന്ന കീ ലെവൽ നിഫ്റ്റിക്ക് മറികടക്കുവാനും സാധിച്ചു. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ ഇൻഡസീസിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ സെൻസെക്സിന് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. 25,856 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്നുണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് 26,074 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും 142 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 26,052 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 513 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 316 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 59,216 എന്ന ലെവലിലും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് നേട്ടം മാർക്കറ്റിന് കൈവരിക്കുവാനായെങ്കിലും NSEയിലാകെ 1,281 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1,549 കമ്പനികൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ IT-ക്ക് 3% നേട്ടം കൈവരിക്കുവാനുമായി ക്ലോസിംഗ് ബേസിസിൽ. അതേസമയം PSU ബാങ്കിന് 1.2% നേട്ടം കൈവരിക്കാനായപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് 0.5% നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം മീഡിയ സെക്ടറിന് 0.3% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ റിയാലിറ്റി മേഖലയ്ക്ക് 0.4% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഓർഡർ മാർക്കറ്റ്സിൽ ഇന്ന് മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. BSE മിഡ് ക്യാപ്പിന് 0.3% നേട്ടം കൈവരിക്കാനായപ്പോൾ BSE സ്മോൾ ക്യാപ്പിന് 0.3% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. HCL ടെക്നോളജീസ്, മാക്സ് ഹെൽത്ത് കെയർ, ഇൻഫോസിസ്, വിപ്രോ, TCS തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ TMPV, കോൾ ഇന്ത്യ, മാരുതി സുസുക്കി, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ബജാജ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 3 പൈസയുടെ നേട്ടത്തോടുകൂടി 88.58 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും നേട്ടത്തിലേക്ക് കരകയറ്റുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു 18,000 കോടി രൂപയുടെ ഷെയർ ബൈബാക്കിന്റെ ഡേറ്റ് നാളെ മുതൽ ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം ഇൻഫോസിസിന്റെ ഭാഗത്ത് നിന്നും വരികയുണ്ടായി. ഈ ഒരു പ്രഖ്യാപനത്തിന്റെ ഫലമായിട്ട് ഇന്ന് ഇന്ത്യൻ IT സ്റ്റോക്കുകൾ കുതിച്ചുയരുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. നിഫ്റ്റി IT ഇൻഡെക്സിലെ 10 സ്റ്റോക്കുകൾക്കും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് HCL ടെക്നോളജീസ്, കോഫോജ് തുടങ്ങിയ IT സ്റ്റോക്കുകൾക്ക് 4% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ ഇൻഫോസിസ്, L&T മൈൻട്രി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 3% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അതേസമയം വിപ്രോ, എംഫസൈസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 2% നേട്ടവും കൈവരിക്കുവാനുമായി. ഇതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി IT-ക്ക് സിംഗിൾ ഡേ കൊണ്ട് 1,069 പോയിന്റുകളുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 2.97% നേട്ടം കൈവരിക്കുവാനായി. അതുകൊണ്ട് തന്നെ ഇൻഫോസിസിന്റെ ഷെയർ ബൈബാക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്ന് IT സ്റ്റോക്സുകളിൽ ഉടലെടുത്ത അതിശക്തമായ റാലി തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടു, ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി യൂണിയൻ മിനിസ്റ്ററായ പീയൂഷ് ഗോയലിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡീലിന് തൊട്ടടുത്തേക്ക് എത്തിച്ചേർന്നതായിട്ടുള്ള സൂചനകൾ അദ്ദേഹം നൽകുകയുണ്ടായി. ഇതിനെ തുടർന്ന് നിക്ഷേപകരുടെയും മാർക്കറ്റിന്റെയും ആത്മവിശ്വാസം വാനോളം ഉയരുകയുമുണ്ടായി. അതിന്റെ ഒരു പ്രതിഫലനവും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വളരെ പ്രകടമായിരുന്നു. ഇന്ത്യ US ട്രേഡ് ഡീലിന് മുകളിൽ ഉയർന്ന അമിതമായ പ്രതീക്ഷയും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയുണ്ടായി. ഒരു വർഷത്തിലേറെ കാലമായി ഇന്ത്യൻ മാർക്കറ്റിനെ പുറകോട്ട് വലിച്ച പ്രധാന പ്രശ്നമായിരുന്നു വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിറ്റൊഴിഞ്ഞുകൊണ്ട് അമേരിക്ക തുടങ്ങി മറ്റുള്ള മാർക്കറ്റുകളിലെ AI സ്റ്റോക്കുകളിലേക്ക് അതിശക്തമായ പമ്പിംഗ് നടത്തുന്ന കാഴ്ച കാണുവാനായിട്ടാണ് സാധിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം സ്വിസ് ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ജയന്റ് AI സ്റ്റോക്കിൽ നിന്നും ഭീകരമായ തുകയ്ക്ക് വിറ്റിറങ്ങുകയുണ്ടായി. ഇതിനെ തുടർന്ന് ലോകത്താകമാനം AI സ്റ്റോക്കുകളിലെ ഓവർ വാല്യുവേഷൻസിലുള്ള ആശങ്ക വളരുകയും മാത്രമല്ല ബബിൾസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളും അഭിപ്രായപ്പെടുക തന്നെ ഉണ്ടായി.
ഇനി AI സ്റ്റോക്കുകളിൽ ഉടനടി തന്നെ വലിയ വിൽപ്പനകൾ നടന്നേക്കാം എന്നുള്ള കാര്യം. ഓവർ വാല്യുവേഷൻസിനെ തുടർന്ന് AI സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ബബിൾസ് ഇന്ത്യൻ മാർക്കറ്റിന് വീണ്ടും പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവയിൽ നിന്നെല്ലാം വിറ്റൊഴിഞ്ഞ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപം ഇറക്കാനുള്ള സാധ്യതകളാണ് മാർക്കറ്റും നിക്ഷേപകരും വെച്ചു പുലർത്തുന്നതും. AI സ്റ്റോക്കുകളിൽ നിന്നുള്ള ഷിഫ്റ്റ് മാർക്കറ്റും നിക്ഷേപകരും പ്രതീക്ഷിക്കുന്നതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യ വിക്സ് ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് കൂൾ ഓഫ് ആവുകയുണ്ടായി. തൽഫലമായി ഇന്ന് വീണ്ടും ഇന്ത്യ വിക്സ് ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി 1.07%. ഇന്ത്യ വിക്സിന് 11.97 എന്ന ലെവലിലായിട്ട് ഒത്തിരിയേറെ ട്രേഡിംഗ് സെക്ഷനുകൾക്ക് ശേഷം ഇന്ന് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിനെ ഗുണകരമായി തന്നെ സ്വാധീനിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% ഇടിവാണ് അനുഭവപ്പെടുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവയുടെ വിലയിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറി. ഏതാനും ആഴ്ചകളായിട്ട് ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ രൂപയ്ക്ക് ഈ ആഴ്ച തിങ്കളാഴ്ച മുതൽ ഓരോ ട്രേഡിംഗ് സെക്ഷനിലും ഇന്ത്യൻ രൂപ തിരിച്ചു വരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. തിങ്കൾ, ചൊവ്വ, ഇന്ന് ഉൾപ്പെടെ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 90 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ നേരിയ നേട്ടത്തിൽ വ്യാപാരത്തിൽ തുടരുമ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ജപ്പാൻ, ഹോങ്കോങ്, തായ്വാൻ, കൊറിയൻ മാർക്കറ്റുകൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇന്ത്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യൻ, തായ്ലാന്റ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.78% ഇടിവ് നേരിടുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.65% ഇടിവും അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ഗോൾഡിന്റെ വില വീണ്ടും കുതിച്ചുയർന്നുകൊണ്ട് $4,115 എത്തിച്ചേരുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടെൻകോ ക്ലീൻ എയർ ഇന്ത്യ ശക്തമായ വിപണി അരങ്ങേറ്റത്തിൽ IPO വിലയേക്കാൾ 27% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ഓഹരികൾ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. തുടർന്ന് വീണ്ടും സ്റ്റോക്കിന് നേട്ടം കൈവരിക്കുവാനുമായി ഇൻട്രാഡേ ബേസിസിൽ വാരി എനർജീസ് ആദായ നികുതി ഉദ്യോഗസ്ഥർ കമ്പനികളുടെ ഓഫീസുകളിലും ഫെസിലിറ്റികളിലും ഇന്ന് സന്ദർശനം നടത്തിയതിനെ തുടർന്ന് 6% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. HAL അടുത്ത 24 മാസം മുതൽ 36 മാസത്തിനുള്ളിൽ 8 തേജസ് MK1 എയർ ജെറ്റുകളുടെ വിതരണം കമ്പനി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. സോണി മെഡിക്കെയർ Q2 ഏർണിംഗ്സിൽ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 47 ലക്ഷം പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 92 ലക്ഷത്തിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 25.48% ഇടിവ് രേഖപ്പെടുത്തുകയുമുണ്ടായി. ക്യാപ്റ്റൻ പോളിപ്ലാസ്റ്റ് ലിമിറ്റഡ് വാട്ടർ പമ്പ് സിസ്റ്റത്തിന്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ട് 8.17 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള വാർത്തകൾ. അദാനി എന്റർപ്രൈസസ് ജയപ്രകാശ് അസോസിയേറ്റ്സിന്റെ $1.53 ബില്യൺ ഏറ്റെടുക്കൽ പദ്ധതിക്ക് അദാനി എന്റർപ്രൈസസ് ക്രെഡിറ്റർ അനുമതി ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. TCS UK-യിലെ നാഷണൽ ഹെൽത്ത് സർവീസ് സപ്ലൈ ചെയിനിൽ നിന്നും കമ്പനിക്ക് 5 വർഷത്തെ കരാർ ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.